Okay, then this is a success formula for CSIR examination. So concept learning, problem solving, revision, mock test, error analysis, revision again. വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാവർക്കും സ്വാഗതം. CSIR ഫിസിക്സിൻ്റെ കഴിഞ്ഞ എക്സാം കഴിഞ്ഞപ്പോൾ നമുക്ക് ഏറ്റവും അധികം ക്വറീസ് നമ്മുടെ ബോർഡ് നമ്പറിലേക്കൊക്കെ വന്നത് ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചോദ്യമാണ്. ക്വാളിഫൈഡ് ആകും എന്ന് നിശ്ചയമുള്ളവർ ദേ ആർ കോൺഫിഡൻറ്റ്, ദേ ഹാവ് പ്ലാൻഡ് ഫോർ സംതിങ് ബിഗ്. പക്ഷേ ഈ ബോർഡർ ലൈനിൽ നിൽക്കുന്നവർ, ആദ്യമായിട്ട് നെറ്റ് എഴുതി ഷോക്കായവർ, ഇനി ആദ്യമായിട്ട് എഴുതാൻ പോകുന്നവർ, അങ്ങനെ കുറേ ആൾക്കാരിങ്ങനെ വിളിച്ചിരുന്നു ഞങ്ങൾ എന്ത് ചെയ്യണം. അപ്പോൾ ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യനെ ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. സോ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് ഫോർ ബിഗിനേഴ്സ് ആൻഡ് റിപ്പീറ്റേഴ്സ്. സോ ബിഗിനറായിട്ട് ആദ്യമായിട്ട് ഇനി ഡിസംബറിലെ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളുണ്ട്, റിപ്പീറ്റ് ചെയ്ത് ഇനി ഡിസംബറിലെ എക്സാം എഴുതാൻ പോകുന്നവരുണ്ട്. റിപ്പീറ്റേഴ്സിൽ തന്നെ പല ഗണം, ആദ്യമായി റിപ്പീറ്റ് ചെയ്യുന്നവർ, രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുന്നവർ, n ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നവർ ഒക്കെ ഉണ്ട്. അത് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളത് CSIR പരീക്ഷ എഴുതുന്ന ഒരാളെ സംബന്ധിച്ചും അതൊരു മോശം കാര്യമല്ല എന്നുള്ളത് ആദ്യമേ പറയുന്നു. സോ CSIR ഫിസിക്സ് ഞാൻ രണ്ടാമതാണ് എഴുതുന്നത്, അഞ്ചാമതാണ് എഴുതുന്നത്, എട്ടാമതാണ് എഴുതുന്നത്, നോ പ്രോബ്ലം. മനസ്സിലായോ? സോ റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് അതൊരു അപമാനകരമായ ഒരു കാര്യമല്ല എന്ന് ആദ്യമേ ഒരു ഡിസ്ക്ലൈമർ ആയിട്ട് പറയുന്നു. ഓക്കെ, സോ ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്ത്? എവറി ഇയർ തൗസൻഡ്സ് ഓഫ് പീപ്പിൾ പ്രിപ്പയർ. ശരിയാണ്, ആയിരക്കണക്കിന് ആൾക്കാർ പ്രിപ്പയർ ചെയ്യുന്നു, ആയിരക്കണക്കിന് ആൾക്കാർ ഈ പരീക്ഷ എഴുതുന്നുമുണ്ട്. സോ ഇവിടെ തന്നെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. Some study for 12 hours per day and some complete the syllabus twice. 2 തവണ പഠിച്ചു തീരുന്നവരൊക്കെ ഉണ്ട്, വളരെ കുറവാണ് കേട്ടോ എന്നാലും. Then some solve thousands of MCQs. അത് നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്, thousands നമ്മൾ കുറേയധികം ചെയ്യുന്നുണ്ട്. But yet only a small percentage qualify with JRF. JRFൻ്റെ കുഴപ്പമല്ല, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ കുഴപ്പമാണ്, അല്ലെങ്കിൽ നമ്മളുടെ അപ്രോച്ചിൻ്റെ കുഴപ്പമാണ്. നമ്മൾ ആയിരക്കണക്കിന് ചോദ്യം ചെയ്ത് തള്ളിയാലും 23 മണിക്കൂർ ഇരുന്ന് പഠിച്ചാലും നമ്മൾ വേറെ ഒരു പരിപാടിക്ക് പോകാതെ 365 ദിവസം ഇരുന്ന് പഠിച്ചാലും നമുക്ക് JRF കിട്ടും എന്നുള്ള കാര്യത്തിന് ഉറപ്പുമില്ല, അൺലെസ് വി ഫോളോ എ റൈറ്റ് സ്ട്രാറ്റജി. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെയിം എഫേർട്ടാണ് ഇടുന്നത്, രണ്ട് കൂട്ടരും സെയിം എഫേർട്ടാണ്. Some are rewarded, some are not. ഓക്കെ, സോ ഇതാണ് രണ്ട് തരത്തിലുള്ള ആസ്പിരൻസ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. സത്യമാണ്, ബിഗിനേഴ്സ് ആൻഡ് റിപ്പീറ്റേഴ്സ്. ആൻഡ് ബിഗിനേഴ്സ് അവർ പറയുന്ന 3 ഡയലോഗ്, റിപ്പീറ്റേഴ്സ് പറയുന്ന 3 ഡയലോഗ്, അതാണ് കൊടുത്തിരിക്കുന്നത്. സോ ബിഗിനേഴ്സ് സേ ഐ ഡോണ്ട് നോ വെയർ ടു സ്റ്റാർട്ട്. സത്യമാണ് അല്ലേ, കടൽ പോലെ കിടക്കുന്നു, 10 പേപ്പറുണ്ട്, ഇത് എവിടും തുടങ്ങണം ദൈവത്തിനറിയാം. Then I have 10 subjects. 10 പേപ്പറുണ്ട്, ഇത് എവിടും തുടങ്ങും, അല്ലെങ്കിൽ ഈ 10 പേപ്പർ എപ്പോൾ പഠിച്ചു തീരും. Then which book should I follow? എല്ലാവരും ആദ്യമേ ഞാൻ ലൈവ് ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം, സാറേ ഇതിന് പഠിക്കേണ്ട ബുക്ക് ഏതാ? സത്യം ചോദിക്കുന്ന ചോദ്യമാണ്, എല്ലാവരും ചോദിക്കും. ഒരു 10 റെഫറൻസ് ബുക്ക് പറയാമോ? 10 പേപ്പറിന് ഓരോന്ന് വെച്ച് പറഞ്ഞാൽ മതി, കൂടുതലൊന്നും വേണ്ട, 10 റെഫറൻസ് ബുക്ക് സാർക്ക് പറഞ്ഞാൽ മതി. മനസ്സിലായോ? ദെൻ റിപ്പീറ്റേഴ്സ്, ഐ സ്റ്റഡീഡ് എവറിത്തിങ്, എല്ലാം പൂർത്തിയായിരിക്കുന്നു, ഐ സ്റ്റിൽ കുഡിൻറ്റ് ക്വാളിഫൈ, എന്നിട്ടും. ദെൻ ഐ ഡോണ്ട് നോ വെയർ ഓർ വാട്ട് ഐ വെൻ റോങ്. വാട്ട് വെൻ റോങ്? ഇത്രയും പഠിച്ചിട്ടും ഇത്രയും കഷ്ടപ്പെട്ടിട്ടും എവിടെയാണ് തെറ്റുപറ്റിയതെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല സാറേ. ഈ എക്സാം കഴിഞ്ഞ ഒരാൾ എന്നെ വിളിച്ചു, 2 പേരെന്നെ വിളിച്ചു, എവിടെയാണ് തെറ്റ് പറ്റിയതെന്ന് ഒരു പിടിയില്ല. സാറ് കണ്ടതല്ലേ ലൈവ് ക്ലാസ്സിലൊക്കെ ഞാൻ എന്ത് പെർഫോമൻസ് ആയിരുന്നു അല്ലേ, സാറ് കണ്ടതല്ലേ എക്സാമിന്, ഇവിടെ നടക്കുന്ന എല്ലാ എക്സാമിനും ഞാൻ വമ്പൻ പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ ഇത്
അടപടലം പൊട്ടിയിട്ടാണ് സാറേ വന്നിരിക്കുന്നത്. എവിടെയാണ് തെറ്റ് പറ്റിയതെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. നാച്ചുറലായിട്ടുള്ള ചോദ്യമാണ്. എല്ലാവർക്കും ഇതേ ഡയലോഗുകൾ ബിഗിനറാണെങ്കിലും റിപ്പീറ്ററാണെങ്കിലും അവർക്കുണ്ടാവും. ഓക്കെ, സോ ഈ ഡയലോഗുകൾക്കുള്ള മറുപടിയാണ് ഈ വീഡിയോ. സോ ദിസ് ഈസ് ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക്. നമ്പർ 1, ട്രൈയിങ് ടു കംപ്ലീറ്റ് എവറിത്തിങ്. ഐ സ്റ്റഡീഡ് എവറിത്തിങ് എന്ന് പറഞ്ഞ് വായിലോട്ട് നാ കിട്ടതേ ഉള്ളൂ. ട്രൈയിങ് ടു കംപ്ലീറ്റ് എവറിത്തിങ്. സിലബസിൽ കൊടുത്തിരിക്കുന്ന ഓരോ വാക്കും ഞാൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുന്നതിൽ, എന്ന് വീമ്പിളക്കുന്നതിൽ, എന്ന് മേനി നടിക്കുന്നതിൽ ഒരു കാര്യവുമില്ല എന്നാണ് യാഥാർത്ഥ്യം. ഓക്കെ, സോ സ്റ്റുഡൻസ് തിങ്ക് ഐ വിൽ ഫസ്റ്റ് ഫിനിഷ് ദ സിലബസ് ആൻഡ് ദെൻ ഐ വിൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. ആദ്യം ഞാനിതെല്ലാം പഠിച്ചു തീർക്കട്ടെ. മനസ്സിലായോ? ഞാൻ ഈ വലിയ വലിയ ബുക്കുകളൊക്കെ എടുത്ത് മുഴുവൻ ഞാൻ പഠിച്ചു തീർക്കട്ടെ, സിലബസ് മുഴുവൻ പഠിച്ചു തീർക്കട്ടെ. പഠിച്ച് തീർത്ത് പിറ്റേ ദിവസം മുതൽ ഞാൻ പ്രോബ്ലം ചെയ്യാൻ തുടങ്ങും. ബട്ട് ദാറ്റ് വോണ്ട് ഹെൽപ്പ് യു. റിയാലിറ്റി CSIR ഈസ് നോട്ട് എ സിലബസ് എക്സാം, ഇറ്റ് ഈസ് എ പ്രോബ്ലം സോൾവിങ് എക്സാം. നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ അറിയാമോ? ഒരു സിനാരിയോ തന്നാൽ അതിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമോ എന്നാണ് അവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ അഫ്ഗൻ വായിച്ചിട്ടുണ്ടോ, നിങ്ങൾ ഗോൾഡ്സ്റ്റീൻ വായിച്ചിട്ടുണ്ടോ, നിങ്ങൾ സകുറായി വായിച്ചിട്ടുണ്ടോ? നോബഡി ഈസ് ഗോയിങ് ടു ആസ്ക്. സകുറായിയുടെ ബുക്കിൽ 78ാമത്തെ പേജിൽ 3ാമത്തെ പാരഗ്രാഫിൽ ഇന്ന കാര്യം കിടപ്പുണ്ടെന്ന് കൃത്യം സ്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ എനിക്കുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ഓക്കെ, ദെൻ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് നമ്പർ 2, കളക്ടിങ് ടു മെനി ബുക്സ്. ഈ ബുക്കുകളൊന്നും വായിച്ചിട്ട് CSIR പരീക്ഷ പോയി എഴുതാം എന്ന ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിപ്പോഴേ തിരുത്തി കുറിച്ചോ. നടക്കില്ല. ഓക്കെ, ഈ ബുക്ക് വായിച്ചിട്ടാണ് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നത്, അത് പഠിച്ചിട്ട് പോവുക. അതാണ് നിങ്ങൾക്ക് സമയത്തിനുള്ളിൽ സിലബസ് പഠിച്ചു തീർക്കാനും കാര്യങ്ങൾ അപ്ലൈ ചെയ്യാനും എളുപ്പം. മാത്തമാറ്റിക്കൽ ഫിസിക്സിൻ്റെ ഒക്കെ ഓരോ ബുക്കുകളിൽ പറഞ്ഞിരിക്കുന്ന മെത്തേഡൊക്കെ വെച്ച് നിങ്ങൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ 3 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് 2 പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സമയമേ കിട്ടൂ. ബിക്കോസ് ദ ബുക്സ് വോണ്ട് ടീച്ച് യു ട്രിക്സ്. ഓക്കെ, സോ അതുകൊണ്ട് ഈ പറഞ്ഞ ബുക്കുകളെല്ലാം നിങ്ങളുടെ ലൈബ്രറിയിൽ അടുക്കി വെച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് CSIR നിങ്ങൾക്ക് ബോണസ് മാർക്ക് തരാൻ പോകുന്നില്ല. ഓക്കെ, സോ നത്തിങ് ഗെറ്റ്സ് റിവൈസ്ഡ്. നിങ്ങൾ ഈ ബുക്കുകൾ വായിക്കും, പിന്നെ ഈ സാധനം ഒന്ന് റിവൈസ് ചെയ്യാൻ എപ്പോഴാണ് സമയം? ഒരു ബുക്ക് വായിച്ച് തീർക്കാൻ പെടുന്ന പാട് നമുക്കേ അറിയൂ. പിന്നെ അത് കഴിഞ്ഞ് റിവൈസ് കൂടെ ചെയ്യാനാണെങ്കിലോ നെവർ ഗോയിങ് ടു ഹാപ്പൻ. സോ വി ഷുഡ് റിലൈ ഓൺ വൺ സോഴ്സ്. CCയിൽ ചേർന്നു, വേറൊരു കോച്ചിങ് സെൻറ്റർ ചേർന്നു, വേറൊരു കോച്ചിങ് സെൻറ്റർ ചേർന്നു. തിരുവനന്തപുരം മുതൽ നിങ്ങൾ ന്യൂഡൽഹി വരെയുള്ള, അല്ലെങ്കിൽ രാജസ്ഥാൻ മുതൽ ആസാം വരെയുള്ള ഏത് നീളത്തിലും കുറുകയും ഏത് കോച്ചിങ് സെൻറ്ററിൽ ചേർന്നാലും, എത്ര കോച്ചിങ് സെൻറ്ററിൽ ചേർന്നെന്ന് പറഞ്ഞാലും, നിങ്ങൾ ഒരു കോച്ചിങ് സെൻറ്ററിൽ പഠിപ്പിക്കുന്ന കാര്യം പഠിക്കുകയും അവർ തരുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്യുകയും അവർ തരുന്ന കാര്യങ്ങൾ വെച്ചിട്ട് മറ്റ് പ്രോബ്ലം ചെയ്യുകയും ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയമുണ്ടാവൂ. അല്ലാതെ ഈ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് ഒരെണ്ണമുണ്ട്, കൊല്ലത്ത് വേറൊരെണ്ണം കാണും, കാസർഗോഡ് ഒരെണ്ണം കാണും, എറണാകുളത്ത് നമ്മളുണ്ട്, ഇങ്ങനെ ഈ സ്ഥലങ്ങളിലെ മുഴുവൻ കോച്ചിങ് സെൻറ്ററിൽ പഠിച്ച് എല്ലായിടത്തെയും നോട്ട് കളക്ട് ചെയ്ത് എല്ലായിടത്തെയും ട്രിക്കുകളെല്ലാം കൂടെ കൂട്ടിയിട്ട് അവിയൽ പരുവാക്കി, നോ, നെവർ യു ആർ ഗോയിങ് ടു സക്സീഡ്. ഒരിടത്ത് പഠിക്കുക, അവരെ വിശ്വസിക്കുക, അവർ തരുന്ന കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുക. ഏതെങ്കിലും സ്ഥലത്ത് പോയി ജോയിൻ ചെയ്യുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി? ഇപ്പം ഞാൻ കുട്ടികളൊക്കെ പറയും, ഇപ്പം നിങ്ങൾ എൻ്റെ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ മെത്തേഡിൽ തന്നെ എല്ലാ പ്രോബ്ലം ചെയ്യണം, എങ്കിലേ കാര്യമുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു രീതി വേണം നിങ്ങൾ പഠിക്കാൻ. നിങ്ങൾ എല്ലായിടത്തെയും ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തോളൂ, എവിടുത്തെ മെറ്റീരിയൽസ് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തോളൂ. എന്നിട്ട് ആ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന രീതി നമ്മുടേതായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പം കൂടുതൽ വൈവിധ്യമാർന്ന ക്വസ്റ്റ്യൻസ്, ഡൈവേഴ്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കളക്ട് ചെയ്യുക, ഡൈവേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പക്ഷേ ചെയ്യുന്ന മെത്തേഡ് നമ്മുടേതായിരിക്കണം. അതാണ് നമുക്ക് ആരോഗ്യത്തിന് നല്ലത്. ഓക്കെ, സോ ദിസ് ഈസ് ദ മിസ്റ്റേക്ക് നമ്പർ 3, ഇഗ്നോറിങ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. സോ PYQs tells you the weightage, repeated concepts, difficulty level, CSIR thinking pattern. സോ PYQs സോൾവ് ചെയ്യാതെ ഒരു രക്ഷയുമില്ല. സിലബസ് മാറി ഇനി PYQ ഇല്ല, നോ.
സിലബസ് എത്ര മാറിയാലും PYQ അതിൻ്റേതായ ധർമ്മമുണ്ട്. സോ യു ഷുഡ് സോൾവ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. സോ no PYQs equals studying blind. Okay, then this is a success formula for CSIR examination. So concept learning, problem solving, revision, mock test, error analysis, revision again. ഈ എറർ അനാലിസിസ് എന്ന് പറയുന്നത് എറർ അനാലിസിസ് പഠിക്കുക എന്നുള്ളതല്ല, മോക്ക് ടെസ്റ്റിൽ നമ്മൾ കാണിക്കുന്ന മണ്ടത്തരങ്ങളെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ ഓരോ ആഴ്ചയും, നിങ്ങൾക്കിപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലാണെങ്കിൽ നിങ്ങൾക്ക് ബുധനും ശനിയും എക്സാം ഉണ്ട്. ബുധനാഴ്ചത്തെ എക്സാമിന് വേണ്ടി ആദ്യം കോൺസെപ്റ്റ് പഠിക്കുക. തന്നിരിക്കുന്ന സിലബസ് ഏതാണോ ആ സിലബസിൻ്റെ കോൺസെപ്റ്റ് കംപ്ലീറ്റ് പഠിക്കുക. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് മുഴുവൻ സോൾവ് ചെയ്യുക. ദെൻ ബുധനാഴ്ചയ്ക്ക് മുമ്പ് ഒന്നുകൂടി, അല്ലെങ്കിൽ എക്സാം എഴുതുന്നതിന് മുമ്പ് ഒന്നും കൂടി റിവൈസ് ചെയ്യുക. എന്നിട്ട് പോയി എക്സാം എഴുതുക. എക്സാം എഴുതി നല്ല മാർക്ക് കിട്ടി കിടന്നുറങ്ങി. നോ, നല്ല മാർക്ക് കിട്ടിയാൽ നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. മോശം മാർക്ക് കിട്ടി, നിങ്ങളുടെ വീക്ക്നെസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അത് റെക്ടിഫൈ ചെയ്യുക. ദെൻ ആ പ്രോബ്ലംസ് വീണ്ടും ഒന്നുകൂടി സോൾവ് ചെയ്യുക. എന്നിട്ട് റിവൈസ് ചെയ്യുക. പിന്നെ ശനിയാഴ്ചത്തെ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുക. ഈ ഒരു സൈക്കിൾ എല്ലാ പരീക്ഷയ്ക്കും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. ബീറ്റ് യുവർ വീക്ക്ലി എക്സാംസ് ഓർ മോഡൽ എക്സാംസ് ഓർ മോക്ക് ടെസ്റ്റ് ഓർ ഫൈനൽ എക്സാം, ഏതിനാണെങ്കിലും ഇതായിരിക്കണം നിങ്ങൾ ഫോളോ ചെയ്യേണ്ട മെത്തേഡ്, സ്ട്രാറ്റജി. ഓക്കെ, സോ മോസ്റ്റ് സ്റ്റുഡൻസ് സ്റ്റോപ്പ് ആഫ്റ്റർ ദ ഫസ്റ്റ് സ്റ്റെപ്പ്. അതാണ് സത്യം. ഇവിടെ കൊണ്ട് പഠിക്കും, പിന്നെ ഇവരെ ഒന്നും പിന്നെ പരീക്ഷയ്ക്കും കാണില്ല, ലൈവ് ക്ലാസ്സിനും കാണില്ല, ഒന്നിനും കാണില്ല. എന്തൊക്കെയോ പഠിക്കുന്നു, അവസാനത്തെ പരീക്ഷയ്ക്ക് എന്തൊക്കെയോ പോയി കാട്ടിക്കൂട്ടുന്നു, റിസൾട്ടും ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? അതാവരുത്. കറക്റ്റായിട്ട് ഇത് ഫോളോ ചെയ്യുക. ഫോളോ ചെയ്ത് നോക്കിയേ, റിസൾട്ട് ഉണ്ടാവും. ദെൻ this is the strategy for beginners. Your phase 1, first strategy, first phase, build concepts. ധൃതി വെക്കരുതേ. ഇതെല്ലാം കൂടെ ഒറ്റ രാത്രി കൊണ്ട് നമ്മുടെ തലയിലോട്ട് അടിച്ചു കയറ്റാൻ പറ്റുന്ന കാര്യമല്ല. ഡോണ്ട് റഷ്. ദെൻ അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ്സ്, അണ്ടർസ്റ്റാൻഡ് ദ ഫോർമുല, അണ്ടർസ്റ്റാൻഡ് ദ ഡെറിവേഷൻ, അണ്ടർസ്റ്റാൻഡ് ദ ഫിസിക്കൽ മീനിങ് ഓഫ് ഈച്ച് ആൻഡ് എവറിത്തിങ്. ഓക്കെ, സോ 2-3 മാസം എടുത്ത് നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പഠിക്കുക, ബിഗിനേഴ്സ്. കാരണം PGക്ക് പഠിക്കുന്നതല്ല CSIRനും അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം ഫോക്കസ് ചെയ്യുക. ധൃതി വെക്കാതെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കൃത്യമായി പോവുക. ഓക്കെ, ദെൻ ദിസ് ഈസ് ദ phase 2 ഫോർ ബിഗിനേഴ്സ്. സ്റ്റാർട്ട് സോൾവിങ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. നമ്മുടെ ആപ്പിൽ ക്ലാസ് ഉണ്ട്, ക്ലാസ്സിൻ്റെ കൂടെ പ്രോബ്ലംസ് ഉണ്ട്, അതിൻ്റെ കൂടെ നോട്ടുണ്ട്, നോട്ടിൽ വേറെ പ്രോബ്ലംസ് ഉണ്ട്. അതെല്ലാം പഠിച്ച് 2-3 മാസം എടുത്തൊന്ന് പഠിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. ദെൻ നോട്ട് കംപ്ലീറ്റിങ് എവറി സിലബസ്. എല്ലാം പഠിച്ച് തീർന്നതിന് ശേഷമല്ല, ഒരു കോൺസെപ്റ്റ് പഠിച്ചു തീർന്നു, അതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് നിങ്ങൾ ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ പൂള് നമ്മുടെ ആപ്പിലുണ്ട്, നോക്കുക. ഓക്കെ, ദെൻ immediately after each topic you have to solve previous year question. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. ഓക്കെ, ദെൻ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫിനിഷ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ചുമ്മാ കൊടുത്തതാണ് കേട്ടോ. സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന കോൺസെപ്റ്റ് മുഴുവൻ പഠിച്ചു കഴിഞ്ഞു. ദെൻ അതിൻ്റെ ക്ലാസ്സിൽ കൊടുത്തിരിക്കുന്ന പ്രോബ്ലംസ് ഒക്കെ ചെയ്തു. ദെൻ അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുക. സോ സിമ്പിൾ. ഓക്കെ, ദെൻ ദിസ് ഈസ് ദ phase 3. പിന്നെ മിക്സഡ് ടോപ്പിക് പ്രാക്ടീസ്. കാരണം പരീക്ഷയ്ക്ക് നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ SHMൻ്റെ മാത്രം പരീക്ഷയല്ല എഴുതാൻ പോകുന്നത്, ക്വാണ്ടം മെക്കാനിക്സിൻ്റെ മാത്രം പരീക്ഷയല്ല എഴുതാൻ പോകുന്നത്. എല്ലാം കൂടി 10 പേപ്പറും കൂടെ കൂട്ടിയാണ് നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നത്. മനസ്സിലാക്കുക. സോ അതുകൊണ്ട് മിക്സഡ് ടോപ്പിക് പ്രാക്ടീസ്. ദെൻ CSIR നെവർ ആസ്ക്സ് ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ്. ചാപ്റ്റർ 1 ഒരു വിലാപം, അങ്ങനെയല്ല. ചാപ്റ്റർ 1 1 ഡയമെൻഷണൽ ബോക്സ് എന്നത് മാത്രം ക്വസ്റ്റ്യൻ. നോ, ഇറ്റ്സ് നെവർ ഗോയിങ് ടു ഹാപ്പൻ. ഡിഫറൻഷ്യൽ ഇക്വേഷനും 1 ഡയമെൻഷണൽ ബോക്സും പെർട്ടർബേഷനും എല്ലാം കൂടെ കൂട്ടിക്കുഴച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് വരിക. ഇനി അതിനാണ് സാധ്യത കൂടുതൽ സിലബസ് മാറുമ്പോൾ. ഓക്കെ, സോ അതുകൊണ്ട് മിക്സഡ് ടോപ്പിക് പ്രാക്ടീസ് നിങ്ങൾ തുടങ്ങി വെക്കുക. ഓക്കെ, ദെൻ CSIR നെവർ ആസ്ക്സ് ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ട്രെയിൻ യുവർ ബ്രെയിൻ അക്കോർഡിംഗ്ലി. ഇത് ആദ്യമേ പറഞ്ഞ് മനസ്സിലാക്കിക്കോണം. അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ആദ്യമേ കാണുമ്പോൾ നമ്മൾ തല ഇറങ്ങിപ്പോകും. അതുകൊണ്ട് ആദ്യമേ നിങ്ങളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. ഓക്കെ,
ദെൻ ഫോർ റിപ്പീറ്റേഴ്സ്, തോൽവിയില്ല എന്ന് പറഞ്ഞാലും വാസ്തവത്തിൽ തോറ്റല്ലോ അല്ലേ? നമ്മൾ ജയിക്കാൻ പറ്റിയില്ലല്ലോ. ജയിക്കാൻ പറ്റാത്തതിനാണല്ലോ തോൽവി എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ മറ്റേ അന്തർധാര സജീവമായിരുന്നു എന്ന് പറയുന്നത് പോലെ ജയിക്കാൻ പറ്റാത്തതിനാണല്ലോ തോൽവി എന്ന് പറയുന്നത്. അപ്പോൾ തോൽവി എന്നുള്ള വാക്ക് ഡയറക്റ്റ്ലി ഉപയോഗിക്കുന്നില്ലെങ്കിലും, സോ ഡോണ്ട് റിപ്പീറ്റ് ദ സെയിം സ്ട്രാറ്റജി. നിങ്ങൾ ആ വഴി പോയപ്പോഴാണ് കുഴി വീണത്, വീണ്ടും ആ വഴി കുഴിയുണ്ടോ എന്ന് നോക്കാൻ പോകരുത്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി? വീണ്ടും ആ വഴി പോകാതിരിക്കുക, ഒന്ന് മാറ്റിപ്പിടി. എങ്ങനെ? ആസ്ക് യുവർ സെൽഫ്, ഡിഡ് ഐ റിവൈസ് ഇനഫ്? അതെല്ലാവരും പറയുന്ന കാര്യമാണ്, എനിക്ക് റിവൈസ് ചെയ്യാൻ സമയം കിട്ടിയില്ല. ദെൻ ഡിഡ് ഐ സോൾവ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്? ചെയ്തിട്ടുണ്ടാവും, പക്ഷേ റിവൈസ് ചെയ്യാത്തത് കൊണ്ട് വലിയ പ്രശ്നമായിരിക്കും. ഡിഡ് ഐ അനലൈസ് മിസ്റ്റേക്സ്? ആരും ചെയ്യില്ല. ഒരു എക്സാം എങ്ങനെയെങ്കിലും എഴുതി അവിടുന്ന് എഴുന്നേറ്റ് ഓടുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഉദ്ദേശം. അല്ലെങ്കിൽ നിങ്ങളുടെ മെൻറ്റർ വിളിച്ച് വഴക്ക് പറയും എന്നുള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ എക്സാമുകളെല്ലാം എഴുതുന്നത്. അപ്പോൾ എക്സാം എങ്ങനെയെങ്കിലും എഴുതിയെന്ന് വരുത്തി അടുത്ത പണിക്ക് പോവുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതല്ല, എക്സാം എഴുതി കഴിഞ്ഞാൽ ആ വരുത്തുന്ന മിസ്റ്റേക്കുകളെ അനലൈസ് ചെയ്തെങ്കിൽ മാത്രമേ ആ എക്സാം കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം നമുക്കുണ്ടാവും. ദെൻ ഡിഡ് ഐ ഗിവ് മോക്ക് ടെസ്റ്റ് സീരിയസ്ലി? ഇല്ലല്ലോ. നമ്മൾ കിടക്കപ്പായെന്ന് കുത്തിപ്പൊക്കിയാണ് ഓരോരുത്തരൊക്കെ എക്സാം എഴുതിക്കുന്നത്. അതിൻ്റെ പ്രയാസം ഞങ്ങൾക്ക് അറിയൂ. എഴുതുമോനെ, എഴുതുമോളെ, എഴുതുമോനെ, എഴുതുമോളെ, ഇത് തന്നെ പറഞ്ഞാണ് ഒന്ന് എഴുതിപ്പിക്കുന്നത്. അപ്പോൾ അടുത്ത തവണ ഇതുണ്ടാവരുത്. ഓക്കെ, സോ നോളജ് ഈസൻറ്റ് യൂഷ്വലി ദ പ്രോബ്ലം, എക്സിക്യൂഷൻ ഈസ്. അറിവില്ലാത്തതല്ല, കയ്യിലിരിപ്പിൻ്റെ പ്രശ്നമാണ്. മനസ്സിലായോ? റിപ്പീറ്റേഴ്സിന് പറ്റുന്ന പ്രശ്നം അതാണ്. സോ റിപ്പീറ്റേഴ്സ് മസ്റ്റ് ബിൽഡ് ആൻ എറർ നോട്ട്ബുക്ക്. ഇത് ഞാൻ എല്ലാ തവണയും, കഴിഞ്ഞ തവണയാണെങ്കിലും ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്, നിങ്ങളുടെ മണ്ടത്തരങ്ങളുടെ ഒരു ബുക്ക് ഉണ്ടാക്കി വെക്കണേ, മണ്ടത്തരങ്ങളുടെ ബുക്ക് ഉണ്ടാക്കി വെക്കണേ അല്ലേ? അപ്പോൾ എല്ലാ തെറ്റുകളും പഠിക്കുന്ന സമയം മുതൽ അവസാനത്തെ മോഡൽ എക്സാം വരെയുള്ള എല്ലാ മണ്ടത്തരങ്ങളും തെറ്റുകളും കുറ്റങ്ങളും എല്ലാം അതിലുണ്ടാവണം. അപ്പോൾ ആ ബുക്കിലൂടെ ഇടയ്ക്ക് ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ആ ബുക്കൊന്ന് മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു മണ്ടത്തരം ചെയ്തായിരുന്നല്ലോ, ഇനി ചെയ്യരുത് എന്നൊരു തോന്നൽ ഒന്ന് മറിച്ച് നോക്കുമ്പോൾ നമുക്കുണ്ടാവും. നിങ്ങൾ പുതിയ വലിയ റെക്കോർഡൊന്നും വേണ്ട, ലെഡ്ജറൊന്നും മേടിക്കേണ്ട കാര്യമില്ല. സാധാരണ നിങ്ങൾ ഉപയോഗിച്ച് തീർന്ന ഒരു നോട്ട്ബുക്കിൻ്റെ പുറകിലുള്ള 10 പേജ് മതി. അതിൽ കൂടുതൽ കുറ്റമൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ആ 10 പേജിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഏതെങ്കിലും ഒരു ഭാഷയിൽ, തെലുങ്കോ തുളുവോ മലയാളമോ ഏതെങ്കിലും ഒരു ഭാഷയിൽ നിങ്ങൾക്ക് പറ്റുന്ന മണ്ടത്തരങ്ങൾ എഴുതി വെക്കുക. ആ മണ്ടത്തരങ്ങളുടെ ഇടയ്ക്കൊന്ന് കണ്ണോടിക്കുക. ഈ മണ്ടത്തരങ്ങളുടെ ആകത്തുകയാണ് ഞാൻ എന്നുള്ളൊരു ബോധ്യം ഒന്ന് ഇടയ്ക്ക് ഉണ്ടാകുന്നത് നല്ലതാണ്. ഓക്കെ, സോ അത് ഉണ്ടാവണം. ഫോർമുല മിസ്റ്റേക്ക്, കോൺസെപ്റ്റുവൽ മിസ്റ്റേക്ക്, കാൽക്കുലേഷൻ മിസ്റ്റേക്ക്, ഗസ് അടിച്ചത്, ഇതെല്ലാ സാധനങ്ങളും ആ മണ്ടത്തരങ്ങളെല്ലാം അതിലുണ്ടാവണം. ഓക്കെ, സോ ഈ ഒരു ബുക്ക് ഒത്തിരി ഉപകാരപ്പെടും കേട്ടോ. ദെൻ അപ്പോൾ ഇതാണ് റിവിഷൻ എന്ന് പറയുന്ന ഒരു സംഭവം. നമ്മൾ ആരും ചെയ്യാത്തൊരു കാര്യമാണ്. പഠിച്ചു, പിന്നെ ആ വഴി തിരിഞ്ഞു നോക്കുകയില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇവിടെ ചുമ്മാ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മെമ്മറി റീടെൻഷൻ ആൻഡ് ടൈം ആൻഡ് മെമ്മറി റീടെൻഷൻ. ഒരു 30 ദിവസത്തെ ടൈം ഗ്യാപ്പ് പെർസെൻറ്റേജ് ആയിട്ടാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. സോ വെൻ യു സ്റ്റഡി ഓൺ ദ 0th day യു വിൽ ബി ഹാവിങ് 100% മെമ്മറി. നിങ്ങൾ പഠിക്കുന്ന ദിവസം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എല്ലാം ഓർമ്മയിലുണ്ടാവും. ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ മുതൽ ഫസ്റ്റ് ഡേ മുതൽ ഇതങ്ങ് കുറയാൻ തുടങ്ങും. ഉണ്ടോ? ഇത് നമ്മുടെ തലച്ചോറിൻ്റെ ഒരു ഡിസൈൻ അങ്ങനെയാണ്. വിതിൻ 24 hours നിങ്ങൾക്ക് ഇന്നലെ പഠിച്ചൊരു കാര്യത്തിന് 80% ഓർമ്മ കാണൂ. അതുകൊണ്ടാണ് പറയുന്നത് ഫസ്റ്റ് ഫേസ് ഓഫ് റിവിഷൻ ഷുഡ് ഹാപ്പൻ വിത്തിൻ 24 hours. അത് നടന്നില്ലെങ്കിൽ ഇതാണ് ഗ്രാഫ്. ഉണ്ടോ? വിത്തൗട്ട് റിവിഷൻ 30 ദിവസം കൊണ്ട് എല്ലാ കാര്യത്തിനും തീരുമാനമാകും. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ സൈക്കിളിൽ നിങ്ങൾ റിവൈസ് ചെയ്തിരിക്കണം. ഈ തലേന്ന് പഠിച്ച കാര്യങ്ങൾ പിറ്റേന്ന് ഒന്ന് ഓടിച്ചെന്ന് റിവൈസ് ചെയ്യുക. ദെൻ അപ്പോൾ പെർസെൻറ്റേജ് കൂടി. പിന്നെ ആ വീക്കെൻഡിൽ സെക്കൻഡ് സൈക്കിൾ വിതിൻ 7 days സെക്കൻഡ് സൈക്കിൾ ഓഫ് റിവിഷൻ ഷുഡ് ഹാപ്പൻ അറ്റ് എനി കോസ്റ്റ്. അടിയന്തരം, മാമോദീസ, കല്യാണങ്ങൾ, മരിച്ചടക്ക്, ഇതൊക്കെ നടന്നോളും, കാര്യങ്ങളൊക്കെ നടന്നോളും അതിൻ്റെ കൂടെ. പക്ഷേ അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. റിവിഷൻ അതിൻ്റേതായ സമയത്ത് നടന്നില്ലെങ്കിൽ ആണ് പ്രശ്നം.
Okay, so 7th ഡേയിൽ second phase of revision should happen, and third cycle within 30 days. Within 30 days. ഇത്ര റിവിഷൻ നടന്നിട്ട് കൂടി നോക്കിയേ 100% നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ റിവിഷൻ ഇല്ലെങ്കിലോ? മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് 30 ദിവസത്തിനുള്ള, ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ 3 തവണ പഠിച്ച ഒരു കാര്യത്തിലൂടെ 3 തവണ നിങ്ങൾ കടന്നു പോയിരിക്കണം. പഠിക്കുന്ന സമയം കൂടെ കൂടി 4 തവണ നിങ്ങൾ കടന്നു പോകണം. 0th ഡേ, 1st ഡേ, 7th ഡേ ആൻഡ് 30th ഡേ. എങ്കിൽ മാത്രമേ ഇക്കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ഉപയോഗപരമായ രീതിയിൽ നിങ്ങൾക്ക് ഓർമ്മയ്ക്ക് വെക്കാൻ പറ്റൂ. അല്ലെങ്കിൽ മറ്റേ കർണൻ്റെ ഇതുപോലെ ഇരിക്കും, കവചകുണ്ടലം എന്നൊക്കെ പറയുന്ന പോലെ ഉപകാരപ്പെടില്ല. കർണനോട് ശാപം അങ്ങനെയായിരുന്നല്ലോ, പഠിച്ച കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ പറ്റില്ല എന്നൊരു ശാപം ഉണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇരിക്കും കേട്ടോ. അതുകൊണ്ട് പഠിച്ചത് ഉപയോഗപ്പെടുത്താൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഈ 3 റിവിഷൻ സൈക്കിൾ നിങ്ങൾ നടത്തണം, പഠന സൈക്കിളും ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ഈ ഗ്രാഫ് നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടായിരിക്കണം. സോ ഫസ്റ്റ് റിവിഷൻ വിത്തിൻ 24 hours which retains your strong foundation. Then second revision within 7 days, long term retention. And third revision, permanent memory registration. Okay, so നിങ്ങൾ വെറുതെ പഠിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, റിവൈസ് ചെയ്യാൻ വേണ്ടി പഠിക്കുകയും കൂടി വേണം. ക്ലിയർ? ദെൻ ദിസ് ഈസ് ദ മോക്ക് ടെസ്റ്റ് സ്ട്രാറ്റജി. മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ എല്ലാവർക്കും 100-ൽ 100 മാർക്ക്, 200-ൽ 200 മാർക്ക്. നോ, ഇറ്റ് വോണ്ട് ഹാപ്പൻ. കുറഞ്ഞ മാർക്കുകളെ പേടിക്കരുത്. അത് നിങ്ങൾക്ക് കൂടുതൽ അനലൈസ് ചെയ്യാൻ, നിങ്ങളുടെ വീക്ക്നെസ്സിനെ റിവീൽ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളാണ്. മോക്ക് ടെസ്റ്റിൽ നിങ്ങൾ പരാജയപ്പെട്ടില്ലെങ്കിൽ ഫൈനൽ എക്സാമിൽ പരാജയപ്പെടും. ഓക്കെ, അത് ഉറപ്പാണ്. ഇവിടെ അടി കിട്ടിയില്ലെങ്കിൽ അവിടെ അടി കിട്ടിയിരിക്കും. അടി എവിടെയാണെങ്കിലും കിട്ടും. അപ്പോൾ അതുകൊണ്ട് അടി മേടിക്കേണ്ടത് എവിടെയാണ്? മോക്ക് ടെസ്റ്റിൽ അടി മേടിക്കുക. അപ്പോൾ ഫൈനൽ എക്സാമിന് അടി മേടിക്കാതെ രക്ഷപ്പെടാം. ക്ലിയർ? സോ ഡോണ്ട് ഫിയർ ലോ മാർക്സ്. മോക്ക് ടെസ്റ്റ് ആർ ദ ലേണിംഗ് ടൂൾസ്. സോ അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് പ്രാപ്തിയുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് പ്രാപ്തിയുണ്ടെങ്കിൽ മോക്ക് ടെസ്റ്റിനോളം നല്ല മരുന്ന് വേറെ ഇല്ല. സോ മോക്ക് ടെസ്റ്റ് ആർ നോട്ട് ജഡ്ജ്മെൻറ്റ് ടൂൾസ്. നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ പഠിക്കാത്തവരായി നിങ്ങളെ മുദ്ര കുത്തി നിങ്ങളെ എഴുതി തള്ളുന്ന പരിപാടി കോമ്പറ്റീറ്റീവ് ക്രാക്കറിലില്ല. എനിക്ക് പ്രത്യേകിച്ചില്ല. എല്ലാവരും ഒരുപോലെയാണ്. എൻ്റെ വഴക്ക് കേൾക്കാത്തവരായി ആരുമില്ല എന്ന് മറ്റേ കുഞ്ചൻ മറ്റേ പാടിയതുപോലെ ഒരു തുള്ളൽ ഇല്ലേ, ഒരു പാട്ടുണ്ടല്ലോ, വിമർശനം ഏൽക്കാത്തവരായ ആരുമില്ല എന്ന് പറയുന്നത് പോലെ എൻ്റെ വഴക്ക് കേൾക്കാത്തവരായിട്ട് ആരുമില്ല. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഞാൻ കൺസിഡർ ചെയ്യും, എല്ലാവരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യും. പഠിക്കുന്നവരെന്നോ പഠിക്കാത്തവരെന്നോ ആ മാർക്ക് നോക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മ കാണും, പിന്നെ ഒരു ഓർമ്മയും കാണില്ല. ഇപ്പം ഞാനാണെങ്കിലും മറ്റ് ടീച്ചേഴ്സാണെങ്കിലും നമ്മുടെ മെൻറ്ററാണെങ്കിലും ആരാണെങ്കിലും നിങ്ങളെ അങ്ങനെ സൈഡ് ലൈൻ ചെയ്യില്ല. മാർക്ക് കുറഞ്ഞു, ഞാൻ പഠിച്ചില്ല, മാർക്ക് കുറഞ്ഞു, ഇനി ഞാൻ എഴുതുന്നില്ല, ഇനി ഞാൻ പരീക്ഷയെ എഴുതുന്നില്ല. നോ, അങ്ങനത്തെ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കരുത്. എല്ലാവരും ഞങ്ങൾക്ക് വിലപ്പെട്ടവരാണ്, എല്ലാവരെയും ഞങ്ങൾ ഒരുപോലെയാണ് കാണുന്നത്. ഓക്കെ, സോ ദേ ആർ നോട്ട് ജഡ്ജ്മെൻറ്റ് ടൂൾസ്. സോ ആഫ്റ്റർ എവറി മോക്ക് ടെസ്റ്റ് യു ഷുഡ് അനലൈസ് വൈ, എന്തുകൊണ്ടാണ് തെറ്റ്, എന്തുകൊണ്ടാണ് തെറ്റ്, എന്താണ് തെറ്റ്, എവിടെയാണ് തെറ്റ്, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ അനലൈസ് ചെയ്യണം. ദെൻ വൈ ഐ ഗസ്ഡ് ദാറ്റ്. ചില ചോദ്യമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നും നല്ല ഭംഗിയുള്ള ഉത്തരം ഇതായിരിക്കും അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞ് നമ്മൾ കറപ്പിക്കാറുണ്ട്. അതല്ലായിരിക്കും അതിന് ഉത്തരം. എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചത്? ദെൻ വൈ ഐ സ്കിപ്ഡ്. ആ ചോദ്യം വായിക്കാതെ ഞാൻ എന്തുകൊണ്ട്, അല്ലെങ്കിൽ ആ ചോദ്യം കണ്ടപ്പോൾ പ്രയാസം തോന്നി, ഞാനത് സ്കിപ്പ് ചെയ്യാൻ കാരണം എന്താ എന്നൊക്കെ നിങ്ങൾ അനലൈസ് ചെയ്യണം. അടുത്ത എക്സാമിന് ഇതെല്ലാം തിരുത്തുകയും വേണം. ഓക്കെ, സോ ദീസ് ആർ ദി ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ്. എപ്പോഴും പറയാറുള്ളതാണ്. സ്റ്റാർട്ടിങ് വിത്ത് മാത്തമാറ്റിക്കൽ ഫിസിക്സ്, ക്വാണ്ടം മെക്കാനിക്സ്, ഇലക്ട്രോമാഗ്നറ്റിക് തിയറി, ക്ലാസിക്കൽ മെക്കാനിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്, കണ്ടൻസ്ഡ് മാറ്റർ. ഈ ഒരു 6 ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒരു 90% പണി തീർന്നു. ഇതിനോട് ഇലക്ട്രോണിക്സും കൂടെ കൂടുകയാണെങ്കിൽ 75% പണി തീർന്നു. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങൾ ഒരു CSIR ഫിസിക്സ് പഠിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ആദ്യം 90% എന്ന് പറഞ്ഞതിൻ്റെ കാര്യം പഠനത്തിന് 90% തീർന്നു എന്നുള്ളതാണ്.
ഇലക്ട്രോണിക്സും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളുടെയും കൂടെ കൂട്ടി 75% പണി തീർന്നു. പഠനത്തിൻ്റെ ഏകദേശം 95% തീർന്നു. ബാക്കി ഒരു 5% ന്യൂക്ലിയർ ഫിസിക്സ് പഠിക്കുമ്പോഴും എല്ലാം കൂടെ നിങ്ങൾ ക്വാണ്ടം മെക്കാനിക്സ് പഠിക്കുമ്പോൾ നിങ്ങൾ ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ കുറച്ച് പഠിക്കും. സ്കാറ്ററിംഗ് ഒക്കെ നിങ്ങൾ അതിൻ്റെ കൂടെ പോകും. മാത്തമാറ്റിക്കൽ ഫിസിക്സ് പഠിക്കുമ്പോൾ സ്കാറ്ററിംഗ് തിയറി നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ പഠിക്കും. ലാപ്ലേസ് ട്രാൻസ്ഫോം പഠിക്കുമ്പോൾ പഠിക്കും. അതിൻ്റെ പകുതി കാര്യങ്ങൾ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ അറ്റമിക് ആൻഡ് മോളിക്യുലർ ഫിസിക്സിൻ്റെ കുറേ കാര്യങ്ങൾ നിങ്ങൾ കണ്ടൻസ്ഡ് മാറ്ററിൽ പഠിക്കുന്നുണ്ട്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ പേഴ്സണലിൽ തെറ്റിദ്ധാരണ വേണ്ട. നിങ്ങൾ ഈ കോർ ഫിസിക്സ് ആദ്യം കംപ്ലീറ്റ് ചെയ്യുക, ദെൻ ഗോ ഫോർ ദ അതർ ടോപ്പിക്സ്. സോ ദീസ് കോൺട്രിബ്യൂട്ട് എ മേജർ പോർഷൻ ഓഫ് ദി പേപ്പർ. സോ ഇതായിരിക്കണം ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു ഡെയിലി റുട്ടീൻ. ഒരു 3-4 മണിക്കൂർ നിങ്ങൾ പഠിക്കണം. ഇനീഷ്യലി 3-4 മണിക്കൂർ നിങ്ങൾ പഠിക്കണം. Then 2-3 hours you should practice problems. Then 1 hour should be dedicated for revision and 30 minutes for previous year questions. Previous year questions ധ്യാനിച്ച് നിങ്ങൾ കിടന്നുറങ്ങുക ഇനീഷ്യലി. അതിനുശേഷം ഇത് ടൈം കൂട്ടുക, പോകെ സമയം കൂട്ടുക. സമയം കൂട്ടിയാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകൂ. സോ കൺസിസ്റ്റൻസി ബീറ്റ്സ് ഇൻറ്റൻസിറ്റി, അതാണ് സത്യം. സോ വാട്ട് ടോപ്പേഴ്സ് ഡു ഡിഫറൻ്റ്ലി, ദേ റിവൈസ് റിപ്പീറ്റഡ്ലി, ദേ സോൾവ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അവർക്ക് പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്ന് കിട്ടിയില്ലെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് വേറെ മാജിക്കൊന്നും കാണിക്കാനില്ല. അവർ റിവൈസ് ചെയ്യും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യും, മിസ്റ്റേക്കുകളെ അനലൈസ് ചെയ്യും, മോക്ക് ടെസ്റ്റുകൾ ഭയം കൂടാതെ എഴുതും. എവിടെ ഉണ്ടെങ്കിലും അവരെഴുതും. ദെൻ ദേ വിൽ സ്റ്റേ കൺസിസ്റ്റൻറ്റ്. ഇന്ന് മാർക്ക് കുറഞ്ഞു, ഇന്ന് നിരാശപ്പെട്ടു, 5 ദിവസം നിരാശപ്പെട്ടു, 6ാമത്തെ ദിവസം വീണ്ടും ഉയർത്തെഴുന്നേറ്റുണ്ടോ? അവർക്ക് നിരാശ എന്ന് പറയുന്നൊരു സാധനമില്ല. അവർ പഠിച്ചുകൊണ്ടേയിരിക്കും. ദെൻ സോ അതുകൊണ്ട് അതല്ലാതെ അവർ എല്ലാവരും ഈ പറഞ്ഞ പോലെ 24 മണിക്കൂറും പഠിച്ചുകൊണ്ടിരിക്കുകയല്ല. ഓക്കെ, സോ ഇഫ് യു ആർ സ്റ്റാർട്ടിങ് ടുഡേ, യു ആർ നോട്ട് ലേറ്റ്. നിങ്ങൾ താമസിച്ച് പോയിട്ടില്ല കേട്ടോ. ദെൻ യു ആർ ഏർലി. മറ്റ് പലരും പഠിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴേ പഠിക്കാൻ തുടങ്ങുക. സോ ഫോർ ദി നെക്സ്റ്റ് അറ്റംപ്റ്റ്, ഇഫ് യു സ്റ്റാർട്ട് കറക്റ്റ്ലി, ദെൻ യു ആർ നോട്ട് ലേറ്റ്, യു ആർ ഏർലി. സോ ടുഡേയ്സ് എഫർട്ട് ഡിറ്റർമിൻസ് ടുമോറോസ് റാങ്ക്. ഇന്ന് കഷ്ടപ്പെട്ടോ, നാളെ നിങ്ങൾക്ക് കഷ്ടപ്പാടുകൾ ഇല്ലാതാകും. സോ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ 180 days JRF ലോങ് ബാച്ച് അഡ്മിഷൻ സ്റ്റാർട്ടഡ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങളെ എല്ലാവരെയും ഞാൻ നമ്മുടെ ബാച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റിപ്പീറ്റർ ആണെങ്കിലും ബിഗിനർ ആണെങ്കിലും ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാം. നിങ്ങളെ ഞങ്ങൾ ഡിസംബറിലെ എക്സാമിന് JRF കിട്ടുന്ന രീതിയിൽ ഒരുക്കുന്ന കാര്യം ഞങ്ങളേറ്റു. സോ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 എക്സാമുകൾ വീക്ക്ലി നമുക്കുണ്ട്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ റിവിഷൻ എക്സാമുകൾ മന്ത് എൻഡിലുണ്ട്. ദെൻ ഓരോ മോഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ക്യുമുലേറ്റീവ് എക്സാമുകളുണ്ട്. അതും പരമാവധി എക്സ്പ്ലോയിറ്റ് ചെയ്യുക. ദെൻ ലൈവ് ക്ലാസ്സുകൾ ദിവസം മിനിമം 2 മണിക്കൂർ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളുണ്ട്. അത് കൂടും. കൂടുതൽ ടോപ്പിക്ക് വരുന്നതനുസരിച്ച് 2 എന്നുള്ളത് 4 മണിക്കൂർ വരെ ആവും. അപ്പോൾ അതും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ലൈവ് ക്ലാസ്സിൽ പ്രോബ്ലംസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രോബ്ലം സോൾവിംഗ് എന്നുള്ള ഭയം അവിടെ നിങ്ങൾക്ക് മാറിക്കോളും. അപ്പോൾ അവസാനം മോക്ക് ടെസ്റ്റുകളും ഉണ്ട്. അപ്പോൾ നമ്മൾ തരുന്ന ഫീച്ചേഴ്സ് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുവാണെങ്കിൽ ഉറപ്പായും JRF എന്നുള്ള സ്വപ്നം നിങ്ങൾക്ക് വളരെ അടുത്താണ്. സോ സ്വപ്നത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുക. കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പമുണ്ട്. താങ്ക് യു.